ലോകത്തിന്റെ ഊർജ്ജ ഭൂപടത്തിൽ വലിയൊരു മാറ്റത്തിന് തിരി തെളിഞ്ഞിരിക്കുകയാണ്. ആഗോള വിപണിയിലെ എണ്ണവിലയും വിതരണവും നിയന്ത്രിച്ചിരുന്ന കരുത്തുറ്റ എണ്ണ കൂട്ടായ്മയായ ഒപെക്കിൽ നിന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പിന്മാറുന്നത് കേവലം ഒരു നയതന്ത്ര തീരുമാനം മാത്രമല്ല, മറിച്ച് ഇന്ത്യയെ പോലെയുള്ള വളരുന്ന സമ്പദ് വ്യവസ്ഥകളുടെ ഊർജ്ജ സുരക്ഷയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഒന്നാണ്. പതിറ്റാണ്ടുകളായി എണ്ണ ഉൽപാദനത്തിൽ സൗദി അറേബ്യ നിശ്ചയിച്ചിരുന്ന കർശനമായ പരിധികളിൽ നിന്ന് മോചിതയാകുന്നതോടെ UAEക്ക് തങ്ങളുടെ പൂർണ്ണ ശേഷിയിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാനും അത് വിദേശ വിപണിയിൽ എത്തിക്കാനും സാധിക്കും. ഈ മാറ്റം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഇന്ത്യക്കായിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം ലോകത്തിന്റെ ശ്വാസം മുട്ടിക്കുന്ന എണ്ണപ്പാതയായ ഹോർമുസ് കടലിടുക്കിനെ മറികടക്കാൻ ഇന്ത്യക്ക് സാധിക്കും എന്നതാണ്. ആഗോള എണ്ണ വിപണിയുടെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നതിൽ കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളായി ഒപെക് എന്ന സംഘടന നിർണായക പങ്ക് വഹിച്ചു പോന്നു. അംഗരാജ്യങ്ങൾ എത്രത്തോളം എണ്ണ ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ സംഘടനയാണ്. വിപണിയിൽ എണ്ണയുടെ അളവ് കുറച്ച് വില വർദ്ധിപ്പിക്കുക എന്ന തന്ത്രമാണ് പലപ്പോഴും സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ഒപെക് സ്വീകരിച്ചു പോകുന്നത്. എന്നാൽ UAE കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തങ്ങളുടെ എണ്ണ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കോടിക്കണക്കിന് ഡോളറാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. 2027ഓടെ പ്രതിദിനം 50 ലക്ഷം ബാരൽ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് അബുദാബിയുടെ ലക്ഷ്യം. എന്നാൽ ഒപെക് അംഗമായി തുടരുന്നിടത്തോളം കാലം ഈ ശേഷിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. സ്വന്തം ആസ്തികൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത ഈ സാഹചര്യം UAEയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തിക നഷ്ടമായിരുന്നു. ഈ പരിമിതികളെ മറികടക്കാനാണ് തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾ മുൻനിർത്തി ഒപെക് വിടാൻ അവർ തീരുമാനിച്ചത്. എന്തുകൊണ്ടാണ് ഹോർമുസ് കടലിടുക്ക് ഒഴിവാക്കി എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇത്ര പ്രധാനമാകുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇറാനും ഒമാനും ഇടയിലുള്ള ഇടുങ്ങിയ കടൽപാതയാണ് ഹോർമുസ്. ലോകത്തിലെ മൊത്തം എണ്ണ കയറ്റുമതിയുടെ ഏകദേശം 20% കടന്നു പോകുന്നത് ഈ ചെറിയ വഴിയിലൂടെയാണ്. എന്നാൽ ഈ പ്രദേശം എപ്പോഴും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളുടെ നിഴലിലാണ്. ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ മുറുകുമ്പോൾ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഭീഷണി ആഗോള വിപണിയെ വിറപ്പിക്കാറുണ്ട്. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യയിലെ പെട്രോൾ പമ്പുകളിൽ ഇന്ധനം ലഭിക്കാത്ത അവസ്ഥയോ അല്ലെങ്കിൽ വില കുതിച്ചുയരുന്ന സാഹചര്യമോ സംജാതമാകും. ഈ ഒരു ഭീഷണിയിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കാനുള്ള രക്ഷാ കവചമാണ് UAEയുടെ ഹബ്ഷാൻ ഫുജൈറ പൈപ്പ് ലൈൻ. അബുദാബിയിലെ എണ്ണപ്പാടങ്ങളിൽ നിന്ന് നേരിട്ട് എണ്ണ പൈപ്പുകൾ വഴി ഫുജൈറ തുറമുഖത്ത് എത്തിക്കുന്ന സംവിധാനമാണിത്. ഏകദേശം 406 കിലോമീറ്റർ നീളമുള്ള ഈ ഒരു പൈപ്പ് ലൈൻ അവസാനിക്കുന്നത് ഒമാൻ ഉൾക്കടലിന്റെ തീരത്തുള്ള ഫുജൈറയിലാണ്. ഇതിന്റെ സവിശേഷത എന്തെന്നാൽ ഈ ഒരു തുറമുഖം ഹോർമുസ് കടലിടുക്കിന് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ്. അതായത് പെർഷ്യൻ ഗൾഫിലെ സംഘർഷങ്ങൾ ഈ പാതയെ ബാധിക്കില്ല. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് ഇവിടെ നിന്ന് എണ്ണക്കപ്പലുകൾക്ക് നേരിട്ട് സഞ്ചരിക്കാം. ഹോർമുസ് കടലിടുക്കിലെ നൂലാമാലകളും അപകട സാധ്യതകളും ഒഴിവാക്കി സുരക്ഷിതമായി എണ്ണ ഇന്ത്യയിൽ എത്തിക്കാൻ ഈ പൈപ്പ് ലൈൻ സൗകര്യമൊരുക്കും. ഒപെക് നിയന്ത്രണങ്ങൾ നീങ്ങുന്നതോടെ ഈ പൈപ്പ് ലൈനിലൂടെയുള്ള എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ UAEക്ക് സാധിക്കും. ഇത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാഴികക്കല്ലാണ്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ 10% വരുന്നത് UAEയിൽ നിന്നാണ്. അബുദാബി നാഷണൽ ഓയിൽ കമ്പനി ADNOC ഉൽപ്പാദിപ്പിക്കുന്ന മർബൻ ക്രൂഡ് ഇന്ത്യൻ റിഫൈനറികൾക്ക് ഏറെ അനുയോജ്യമായ ഒന്നാണ്. UAE സ്വതന്ത്രമായ ഉൽപാദന നയം സ്വീകരിക്കുന്നതോടെ ഇന്ത്യക്ക് ആവശ്യമായ എണ്ണ തടസ്സമില്ലാതെയും ദീർഘകാല കരാറുകളുടെ അടിസ്ഥാനത്തിലും ലഭിക്കാൻ വഴിയൊരുങ്ങും. വിപണിയിൽ എണ്ണയുടെ വിതരണം കൂടുന്നത് സ്വാഭാവികമായും ആഗോളതലത്തിൽ വില കുറയാൻ കാരണമാകും. ഇന്ത്യയെപ്പോലെ ഒരു വലിയ ഉപഭോക്തൃ രാജ്യത്തിന് ഇത് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ആഭ്യന്തര വിപണിയിൽ പെട്രോൾ ഡീസൽ വില നിയന്ത്രിക്കാനും അതുവഴി പണപ്പെരുപ്പം കുറയ്ക്കാനും സർക്കാരിന് ഇതിലൂടെ സാധിച്ചേക്കാം. എണ്ണവിലയിലെ ഇളവ് ട്രാൻസ്പോർട്ടേഷൻ ചെലവ് കുറയ്ക്കുകയും നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്യും. ഭൗമരാഷ്ട്രീയപരമായി നോക്കുമ്പോൾ ഇന്ത്യയും UAEയും തമ്മിലുള്ള ബന്ധം പുതിയൊരു തലത്തിലേക്ക് വളരുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $200 ബില്യൺ ലക്ഷ്യമിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എണ്ണ വ്യാപാരത്തിന് പുറമെ UAEയിൽ ഇന്ത്യ നടത്തുന്ന നിക്ഷേപങ്ങളും തിരിച്ചും ഈ ഒരു ബന്ധത്തെ ദൃഢമാക്കുന്നു. ഒപെക് എന്ന കൂട്ടായ്മയുടെ താൽപര്യങ്ങൾക്കപ്പുറം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന് മുൻഗണന നൽകുന്നത് ഇന്ത്യക്ക് കൂടുതൽ വിലപേശൽ ശേഷി നൽകും. ആഗോള എണ്ണ വിപണിയിൽ ഒരു കാലത്ത് ഉൽപാദക രാജ്യങ്ങൾക്കായിരുന്നു ആധിപത്യമെങ്കിൽ ഇപ്പോൾ അത് ഉപഭോക്താക്കളുടെ വിപണിയായി മാറുകയാണ്. ഇന്ത്യയെ പോലെ ഒരു വലിയ വിപണിയെ നഷ്ടപ്പെടുത്താൻ UAE ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ ഒപെക് നിയന്ത്രണങ്ങളിൽ നിന്ന് പുറത്തു വന്ന് ഇന്ത്യക്ക് കൂടുതൽ എണ്ണ നൽകാൻ തയ്യാറാകുന്നത്. പലപ്പോഴും എണ്ണ ഉൽപാദക രാജ്യങ്ങൾ വില കൃത്യമായി ഉയർത്താനായിട്ട് ഉൽപാദനം വെട്ടിക്കുറയ്ക്കാറുണ്ട്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തെ താളം തെറ്റിക്കാറുള്ള ഒന്നാണ്. എന്നാൽ UAE സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുന്നതോടെ ഇത്തരം അപ്രതീക്ഷിത ആഘാതങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് ഒരു പരിധിവരെ രക്ഷപ്പെടാം.
ഹോർമസ് കടലിടുക്ക് ഒഴിവാക്കി എണ്ണ ലഭിക്കുന്നത് വിതരണ ശൃംഖലയിലെ അപകട സാധ്യതകൾ, അതായത് സപ്ലൈ ചെയിൻ റിസ്ക്, ഇത് ഗണ്യമായി കുറയ്ക്കുന്നു. ഇത് കേവലം സാമ്പത്തിക നേട്ടം മാത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ പരമാധികാരത്തെയും സുരക്ഷയെയും ബാധിക്കുന്ന കാര്യമാണ്. യുദ്ധ സാഹചര്യങ്ങളിൽ പോലും തടസ്സമില്ലാതെ ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ ഈ പൈപ്പ് ലൈൻ പാത സഹായിക്കും. UAE-യുടെ ഒപെക് വിടൽ തീരുമാനത്തെ ചിലർ ആശങ്കയോടെയാണ് കാണുന്നത്. എണ്ണ കൂട്ടായ്മയുടെ തകർച്ച ആഗോള വിപണിയിൽ അസ്ഥിരതയുണ്ടാക്കുമോ എന്ന് ചില നിരീക്ഷകർ സംശയിക്കുന്നു. എന്നാൽ വിപണിയിൽ മത്സരം വർദ്ധിക്കുന്നത് ഉപഭോക്താക്കൾക്ക് ഗുണകരമാണെന്നതാണ് സത്യം. സൗദി അറേബ്യയുടെയും റഷ്യയുടെയും താൽപര്യങ്ങൾക്കനുസരിച്ച് ആടാതെ സ്വന്തം വികസനത്തിനായുള്ള വിഭവങ്ങൾ വിപണിയിൽ എത്തിക്കാനുള്ള UAE-യുടെ നീക്കം സ്വാഗതാർഹമാണ്. ലോകം ഹരിത ഊർജ്ജത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തങ്ങളുടെ കൈവശമുള്ള എണ്ണ വിഭവങ്ങൾക്ക് ലാഭകരമായി വിറ്റഴിക്കാൻ UAE-ക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അവസരം അവർ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജ സംക്രമണ കാലഘട്ടത്തിൽ, എനർജി ട്രാൻസിഷൻ ഈ ഒരു പീരിയഡിൽ തടസ്സമില്ലാത്ത ഫോസൽ ഇന്ധന ലഭ്യത വികസനത്തിന് അത്യന്താപേക്ഷിതമാണ്. ചുരുക്കത്തിൽ ഹോർമസ് കടലിടുക്കിനെ ഭയക്കാതെ, ഒരു വിദേശ ശക്തിയുടെയും നിയന്ത്രണങ്ങൾക്ക് കാത്തു നിൽക്കാതെ UAE-യിൽ നിന്ന് നേരിട്ട് ഇന്ത്യയിലേക്ക് എണ്ണ എത്തുന്ന സാഹചര്യം ഉടൻ നിലവിൽ വരും. ഇത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ഊർജ്ജ രംഗത്ത് പുതിയൊരു കരുത്ത് പകരുകയും ചെയ്യും. ഭാവിയുടെ ഇന്ധനം എന്ന് വിളിക്കപ്പെടുന്ന ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതികളിൽ UAE-യുമായി ഇന്ത്യ സഹകരിക്കുന്നുണ്ടെങ്കിലും നിലവിലെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായ എണ്ണയുടെ തടസ്സമില്ലാത്ത വിതരണം ഹബ്ഷാൻ ഫിജൈറ പൈപ്പ് ലൈൻ വഴി ഉറപ്പാക്കാം. വരാനിരിക്കുന്ന ദശകങ്ങളിൽ ഇന്ത്യയുടെ വളർച്ചാ വേഗതയ്ക്ക് ഈ മാറ്റം വലിയൊരു ഊർജ്ജമാകുമെന്നതിൽ തർക്കമില്ല. ഓരോ ഇന്ത്യൻ ഉപഭോക്താവിനും ഈ മാറ്റത്തിന്റെ ഗുണഫലങ്ങൾ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വൈകാതെ അനുഭവിക്കാനും സാധിക്കും. UAE-യുടെ ഈ നിർണായക തീരുമാനം ആഗോളതലത്തിൽ തന്നെ എണ്ണ വിതരണത്തിൽ പുതിയൊരു മത്സരത്തിന് വഴിവെക്കും. ഇത് ഇന്ത്യയെ പോലെയുള്ള വികസ്വര രാജ്യങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ എണ്ണ ലഭിക്കാൻ സഹായിക്കും. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധികളെ ഇനി ഭീതിയോടെ നോക്കി നിൽക്കേണ്ടതില്ല എന്ന ബോധ്യം ഇന്ത്യയുടെ വിദേശ നയത്തിലും സാമ്പത്തിക നയത്തിലും കൂടുതൽ ആത്മവിശ്വാസം നൽകും. ഇന്ത്യയും UAE-യും തമ്മിലുള്ള ഈ ഊർജ്ജ പങ്കാളിത്തം വരും തലമുറകൾക്ക് സുരക്ഷിതവും സുസ്ഥിരവുമായ ഒരു ഭാവി ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വളരുന്ന ഇന്ത്യയുടെ ഇന്ധന ആവശ്യങ്ങൾ നിറവേറ്റാൻ ഹോർമുസിന് പുറത്തുള്ള ഈ സുരക്ഷിത പാത ഒരു വലിയ കരുത്തായി മാറട്ടെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.